ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം സുബി. ഇന്ന് ഞാനിവിടെ ഒരു മിനി ലോട്ടസ് ഹെയർ ക്ലിപ്പാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും തലയിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഫെസ്റ്റീവ് ലുക്ക് തരുന്ന ഒരു ഹെയർ ആക്സസറി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു തിന്നായിട്ടുള്ള യാണാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കോട്ടൺ യാണാണ്, പക്ഷേ നല്ല തിന്നായിട്ടുള്ള യാണാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1.75 mm ഒരു ഹുക്കാണ് എടുത്തിട്ടുള്ളത്. പരമാവധി വർക്കുകൾ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ഹുക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, എങ്കിലാണ് വർക്കിനൊരു ഭംഗി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു മാജിക് റിങ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മാജിക് റിങ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 സിംഗിൾ ക്രോഷേ, 1 2 3 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഡബിൾ ക്രോഷേ ആണ് വേണ്ടത്. ഈ സിംഗിൾ ക്രോഷേ ചെയ്ത 2 യാണുകൾ ഇവിടെയുണ്ട്, 2 ലൂപ്പുകൾ ഇവിടെയുണ്ട് കണ്ടോ. അതിൽ കൂടെയാണ് നമ്മളിവിടെ ഇനി വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 തവണ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നില്ല. ഇനി അടുത്ത ഡബിൾ ക്രോഷേ, അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേ ചെയ്യാണ്. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒരു തവണയും കൂടെ. ഇപ്പം നമുക്ക് ഒരു 4 ലൂപ്പാണ് ഹുക്കിൽ ഉള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നു. ഇനി ഒരു 3 ഉണ്ട്, അതിൽ കൂടെ നമുക്ക് ഒരുമിച്ച് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ ആദ്യം കാണുന്ന 2 ലൂപ്പ് കണ്ടോ, ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു പൈക്കോട്ട് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു 2 ലൂപ്പ് കൂടെ ഇവിടെ എക്സ്ട്രാ ഉണ്ട് കണ്ടോ. അതിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് എടുത്ത് വീണ്ടും ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തതുപോലെ നമുക്കൊരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇവിടെ തന്നെ നമ്മൾ ഇത്രയും വർക്കുകളൊക്കെ ചെയ്തത് ഈ ഒരു സിംഗിൾ ക്രോഷയുടെ സ്റ്റിച്ചിൽ കൂടെയാണ്. അതിൽ കൂടെ തന്നെ നമുക്ക് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 5 എണ്ണം ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ സ്റ്റിച്ച്, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 5 പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം. മാജിക് റിങ് ഞാൻ അടച്ച് വരികയാണ്. ഇനി നമുക്ക് ആദ്യം ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൽ കൂടെ നമുക്ക് ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ആദ്യത്തെ പെറ്റൽ ചെയ്യുന്നപ്പോൾ അതിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ഇങ്ങനെ കാണത്തൊന്നുമില്ല, നമുക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 പെറ്റൽസ് ഇന്നർ പെറ്റൽസ്
റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ട്രൈറ്റ്നർ വെച്ചിട്ടൊന്ന് നിവർത്തി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അതിനെ നിവർത്തി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്ലിപ്പ് സ്ലിച്ച്. ഈ പെറ്റലിനെ ഞാനൊന്ന് മടക്കി പിടിക്കുകയാണ്. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നടുവിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ചിനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അതിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഏകദേശം ഒരു സെൻറ്ററിലായിട്ടുള്ള സ്പേസിൽ എടുക്കാം കേട്ടോ, അടുത്ത പെറ്റലിലേക്ക് പോവാണ്ട്. അടിയിൽ കൂടെ എടുക്കുന്നു. പിന്നെ നമ്മുടെ ഈ മാജിക് റിങ്ങിൻ്റെ നടുവിലത്തെ സ്പേസിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് വലിച്ചെടുക്കുന്നു കേട്ടോ. നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്യാം കുറച്ചൊന്ന്. കാരണം ഇത് ഇനി ഇങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ടൈ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത റൗണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം 3 ചെയിൻ സ്റ്റിച്ചാണ് തുടങ്ങിയത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ഡബിൾ ക്രോഷയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമുക്ക് പെറ്റലിന് കുറച്ചുകൂടെ ഒന്ന് സൈസ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺഫിനിഷ്ഡ് ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 2 തവണ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ട്രിപ്പിൾ ക്രോഷയാണ്, അതുപോലെ 4 ചെയിൻസ് ആണ് എടുക്കുന്നതെന്ന് മാത്രം. ഇതും 3 തവണ തന്നെയാണ് ചെയ്യേണ്ടത്. വൺ മോർ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പരമാവധി യാണിനെ മുകളിലേക്ക് വലിക്കാനായിട്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിക്കും ഷേപ്പിൽ കിട്ടില്ല. ഇനി ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ, പിന്നെ ബാക്കി 3 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ. ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ നമുക്ക് പീക്കോട്ട് സ്ലിപ്പ് സ്ലിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇപ്പുറത്തെ ഒരു 2 കൂടെ കാണും, അതിൽ കൂടെ ഒരു സ്ലിപ്പ് സ്ലിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നു. ചെയിൻ 4 ആൻഡ് സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പെറ്റല്, ബാക്കിലത്തെ ഒരു പെറ്റൽ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ തന്നെ അതായത് 2 പെറ്റലിൻ്റെ നടുവിലേക്കായിട്ട് ഏകദേശം ഒരു പെറ്റൽ നമുക്ക് വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു 5 കൂടെ 5 ചെയ്ത പോലെ തന്നെ ഇരിക്കും കേട്ടോ. അതായത് പോലെയല്ല, 5 തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പെറ്റലിനേക്കാളും കുറച്ചുകൂടെ ഒരു സൈസ് വലുതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെയാണ് ചെയ്തത്. ഇനി അടുത്ത പെറ്റലിൻ്റെ ബാക്കിലേക്ക് നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ ഉള്ളിൽ കൂടെ കുത്തുന്നു. പിന്നെ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നു. ഇനി ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കാം. വീണ്ടും എന്ത് ചെയ്യാം, 4 ചെയിൻ സ്റ്റിച്ച്, അതുപോലെ 3 അൺഫിനിഷ്ഡ് ട്രിപ്പിൾ ക്രോഷേ, 2 തവണ പിക്കോട്ട്, പിന്നെ വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് 5 ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു 5 പെറ്റൽ കൂടെ പിന്നിലത്തെ ആയിട്ടുണ്ട് കേട്ടോ. 5 കൂടെ ആയിട്ടുണ്ട്. ഇനി അതിന് ഏറ്റവും ആദ്യത്തെ പെറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ? അയ്യോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്ലിച്ച് അവിടെ പോയി. ചേടാ, അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി. ഒരു തവണ കൂടെ ചെയ്യുവാണ്. ഓക്കെ, നീട്ടി വയ്ക്കട്ടെ, അല്ലെങ്കിൽ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അടുത്ത ഒരു 5 പെറ്റൽസ് ആയിട്ടുണ്ട് കേട്ടോ.
അതായത് ഏകദേശം ഒരു 2 പെറ്റലിൻ്റെ ഇടയിലേക്കായിട്ട് ഒരെണ്ണം വരുന്ന രീതിയിൽ നിൽക്കും. അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടെ ചെയ്യാം അല്ലേ. അതിന് വേണ്ടി ലാസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ അതായത് ആദ്യം ചെയ്ത പെറ്റലിൻ്റെ സെൻറ്ററിൽ കുത്തുന്നു. അയ്യോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. അതിനകത്ത് ഇത്രയൊന്നും കയറി വരരുത് കേട്ടോ. കുറച്ച് നോക്കി ഒന്ന് ചെയ്താൽ മതി. അവിടെ ഒരു സ്പേസ് കാണുമേ. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ അടിയിൽ സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ അതിൻ്റെ തൊട്ട് താഴെയുള്ള പെറ്റലിൽ ഒന്ന് ഒരു തവണ കുത്തുന്നു. കുറച്ച് പണിയുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. ഇതാ മടക്കി പിടിച്ചു, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഓക്കെ, ഇതാ ചെയിൻ സ്റ്റിച്ച് അല്ല സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ഇതുവരെ 4 എണ്ണമാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5 എണ്ണം ചെയ്യാം. 3, 4, 5. ഇനി നേരത്തെ നമ്മൾ ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്തത്. ഇനി ഡബിൾ ട്രിപ്പിളിൻ്റെ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 3 തവണ ചുറ്റി കൊടുക്കുന്നു. വീണ്ടും സിംഗിൾ ക്രോഷയുടെ 2 ഹൂക്കിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് എടുത്ത് അൺഫിനിഷ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1, 2, 3 തവണ ചുറ്റുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, അൺഫിനിഷ്ഡ് ഡബിൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാ തവണത്തെ പോലെ തന്നെ ഇവിടെയും നമുക്ക് 3 തവണ തന്നെയാണ് ചെയ്യേണ്ടത്. തെറ്റിപ്പോയോ എന്നൊരു സംശയം അല്ലേ. നാല് തവണ കേട്ടോ. 1, 2, 3. ഇനി ഇവിടെ 3 തവണ ചുറ്റി. 1, 2, 3. എല്ലാ തവണത്തെ പോലെ തന്നെ ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ എടുക്കുന്നു, പിന്നെ 3 എണ്ണത്തിൽ കൂടെ എടുക്കുന്നു. ചെയിൻ സ്റ്റിച്ച്, ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പീക്കോട്ട് സ്ലിപ്പ് സ്ലിച്ച്, വീണ്ടും അടുത്ത 2 സ്റ്റിച്ചിൽ കൂടെ പീക്കോട്ട് സ്ലിപ്പ് സ്ലിച്ച്. സ്റ്റാർട്ടിങ് ചെയ്ത പോലെ നമുക്ക് 5 ചെയിൻ സ്റ്റിച്ച്, then slip stitch into the same stitch. അത്ര കറക്റ്റ് ആയില്ല. അടുത്തത് ഒന്നുകൂടെ സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റിച്ചസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തോ. ഞാൻ ഒരു നോർമൽ സാധാരണ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ക്ലാരിറ്റി അത്ര ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ പരമാവധി ഒന്നുകിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ റിട്ടേൺ പാറ്റേൺ കൊടുക്കാം, അത് കേട്ടിട്ടെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെയും മിഡിലായിട്ട് വീണ്ടും അടുത്ത പെറ്റൽ വരും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 5 തവണ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകൂടെ നോക്കാം. അടുത്ത പെറ്റലിൻ്റെ സെൻറ്ററിൽ നോക്കി നമുക്ക് ഹുക്ക് കൊണ്ട് കുത്താം, അതായത് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ കുത്താന്ന് പറയുന്നത്. ഓ, വേറെ എവിടെയോ പോയി. കണ്ടോ, സെൻറ്ററിലായിട്ട് നമുക്ക് വരുന്നു. പിന്നെ തൊട്ട് മുന്നിലായിട്ടുള്ള സ്റ്റിച്ചിൽ ഒന്ന് കുത്തുന്നു. അത് കറക്റ്റായിട്ടില്ല. ഇത് കറക്റ്റ്
രണ്ടാമത്തെ തവണയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇതാ കണ്ടോ, കറക്റ്റ് കിട്ടി. കുറച്ച് നീട്ടിയെടുക്കുന്നു. ഇനി നമ്മുടെ സെൻറ്ററിൽ കൂടെ മാജിക് സർക്കിൾ സെൻറ്ററിൽ കൂടെ എടുക്കുന്നു. കുറച്ച് പണിയുണ്ട് കേട്ടോ. yarn over and pull through, then single crochet. ഇനിയുള്ളവർക്ക് 5 ചെയിൻ സ്റ്റിച്ച്, 3 അൺഫിനിഷ്ഡ് ഡബിൾ ട്രിപ്പിൾ ക്രോഷേ, പിന്നെ 2 തവണ പീക്കോട്ട്, 5 ചെയിൻ സ്റ്റിച്ച്, ദെൻ സ്ലിം സ്റ്റിച്ച്. അങ്ങനെ നമുക്ക് ഇവിടെ വരെ ചെയ്യാം. വലിയ ബിഗ് പെറ്റൽസ് ഒരു 5 എണ്ണം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ 2 3 4 6 എണ്ണം. ആദ്യത്തെ പെറ്റല് നോക്കുക. അതിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ എവിടെയാണെന്ന് നോക്കുന്നു. അതിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് yarn over and pull through ചെയ്ത് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. yarnനെ കട്ട് ചെയ്യാം കേട്ടോ. ഹുക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് ടെയിൽ എൻഡിലത്തെ ഉണ്ട്, സ്റ്റാർട്ടിങ്ങിലത്തെ ഉണ്ട്, രണ്ടും കൂടി ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് ഒരു നോട്ടിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് സെക്യൂർഡായി. ഇനി അത് അഴിഞ്ഞു പോരത്തില്ല എന്നുള്ള ഉറപ്പായി. ഓക്കെ, കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു മിനി ലോട്ടസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കുക, ഇതാണ് ആദ്യം വരുന്ന ഒരു 5 പെറ്റൽ എന്ന് പറയുന്നത്. 5 പെറ്റലുണ്ട്. പിന്നെ 1 2 4 5 പെറ്റൽ വീണ്ടും വരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ വലുപ്പമായതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ അതിനെ കാണാനായിട്ട് പറ്റും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ വീണ്ടും നമ്മളൊരു 5 പെറ്റൽസ് കൂടെ കുറച്ചുകൂടെ ബിഗ്ഗായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 15 പെറ്റൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അപ്പോൾ ഈ ലിൻറ്റുകളൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നീട് സ്ട്രൈറ്റ്നർ വെച്ച് സ്ട്രൈറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മിനി ലോട്ടസ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റായി. നോക്കിക്കപ്പോൾ നടുവിൽ 1 2 3 4 5 പെറ്റൽസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ലെയർ 1 2 3 4 5 പെറ്റൽസ്. തേർഡ് ലെയർ 1 2 3 4 5 പെറ്റൽസ്. ഇനി കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഭംഗി കൂട്ടാം. ഞാൻ ഇതുപോലുള്ള കുറച്ച് സ്റ്റിക്കറിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം മതിയാവും. ഇതൊരു ചെറിയൊരു പൊട്ടൊക്കെ പോലെ ഇരിക്കുന്നു. പൊട്ടല്ല, ഇങ്ങനെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒരു ഭംഗി, ഒരു ഒറിജിനൽ ഫീൽ കിട്ടാനായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിത് ഒരു ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാനാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ടിക് ടാക്കിൻ്റെ ഹെയർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മോൾക്ക് തലയിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നു. ഇനി അതുമ്പോൾ വേറെ പണികളൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അതിൻ്റെ പേര് ഓർമ്മയില്ല, അത് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഹെയർ ക്ലിപ്പുമ്പോൾ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. പെർമനൻ്റ് ആയിട്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളും. ഇനിയിപ്പോൾ അതല്ല നമ്മളിപ്പോൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ക്ലിപ്പ് ഊരാൻ നോക്കിയാലും എന്ത് സംഭവം വെച്ചതാണെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ ഒരു പാടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ പെർമനൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന രീതിയിലാണ് വേണ്ടത്.
അപ്പോൾ ഹെയർ ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുണ്ട്. ഒരു ലോട്ടസ് ഫീൽ തരുന്ന ഇതാണ്. നമുക്കിതിപ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ പെറ്റൽസിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു 3 ലെയറുള്ള റോസായിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അതായത് ഈ ഒരു ഷാർപ്പ് എൻഡ് ഇല്ലാണ്ട് റൗണ്ടായിട്ട് വരുന്ന പെറ്റൽസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റോസായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും എനിക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് അപ്പോൾ അടുത്തതായിട്ടൊരു എന്ത് പ്രോജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഞാൻ ശരിയാക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എനിക്കൊരു അറിവ് കിട്ടുന്നത് കമൻറ്റിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ താങ്ക്